മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടു. MC റോഡിൽ പള്ളിക്കലിൽ വച്ചായിരുന്നു സംഭവം. കമാൻഡോ വാഹനത്തിന് പിന്നിൽ എസ്കോർട്ട് പോയ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിക്കുകയായിരുന്നു. കടയ്ക്കൽ കോട്ടപ്പുറത്ത് പരിപാടി കഴിഞ്ഞതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെ ഉച്ചയ്ക്കായിരുന്നു അപകടം. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. കമാൻഡോ വാഹനത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടമുണ്ടായ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യാത്ര പുനരാരംഭിക്കാൻ കഴിഞ്ഞു. 2 മാസം മുൻപ് വെഞ്ഞാറമൂട് ഭാഗത്ത് വെച്ച് സമാന രീതിയിൽ അപകടമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോയ കമാൻഡോ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാറിയാണ് പുതിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. CPM-ലെ കൂട്ടയടി അവസാനിക്കുന്നേയില്ല. MV ഗോവിന്ദനും EP ജയരാജനും ഇനി നേർക്കുനേരോ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളുണ്ടായി. EP ജയരാജന് MV ഗോവിന്ദന്റെ വിമർശനം. EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് MV ഗോവിന്ദൻ. EP ജയരാജന്റെ പ്രവർത്തനത്തിൽ നേരത്തെ പോരായ്മ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച പുറത്തുവന്നത്. പിന്നാലെ EP ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടർന്ന സാഹചര്യത്തിലും EP ജയരാജനെതിരെയുള്ള നടപടി അടഞ്ഞ അധ്യായമല്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. തുടർന്ന് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കുന്ന നടപടിയിലേക്ക് പാർട്ടി കടക്കുകയായിരുന്നു. ഒടുവിലിപ്പോൾ പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ അവസാനഘട്ട മറുപടി പ്രസംഗത്തിലാണ് MV ഗോവിന്ദൻ EP ജയരാജനെ രൂക്ഷമായി വിമർശിച്ചത്. EP ജയരാജന്റെ പ്രവർത്തനത്തിൽ പോരായ്മകളുണ്ടായി. പാർട്ടിക്ക് കീഴിൽ നിന്നുകൊണ്ട് കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ അവസാനഘട്ട സമയത്ത് മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. CPM-നുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഒരു സാംസ്കാരികനുമില്ല നവീൻ ബാബുവിന്റെ വിധവയുടെ വിലാപം കേൾക്കാൻ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മരണമണി എന്ന് പറഞ്ഞുകൊണ്ട് ജോയ് മാത്യു രംഗത്ത് വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന വിധം തന്നെ അപഹാസ്യമാണെന്നും ഇനിയിപ്പോൾ CBI അന്വേഷണം തന്നെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോലും എത്ര വാദങ്ങൾ പ്രതിവാദങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ നീതിമാന്റെ രക്തത്തിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമത്തിലൂടെ ജോയ് മാത്യു തുറന്നെഴുതിയിരിക്കുകയാണ്. CPM-ന് നേരെ വലിയ വിമർശനമാണ് നവീൻ ബാബു വിഷയത്തിലടക്കം ഉയർന്നു വന്നത്. കണ്ണൂരിൽ CPM-ൽ വലിയ ചോദ്യങ്ങൾക്കാണ് ഇത് ഇടയാക്കിയത്. CPM-നുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പാർട്ടി ചാനൽ കൈരളിയുടെ ഓഹരി തട്ടിപ്പിൽ CPM ഒത്തുകളി വെളിപ്പെടുത്തുന്ന രേഖകൾ പുറത്തുവിട്ട ഓഹരിയുടമ ഡോക്ടർ ആസാദ് എന്ന വാർത്തയുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കൈരളി ചാനലിൽ തന്റെ അച്ഛനുണ്ടായിരുന്ന 100 ഓഹരികൾ ആവിയായി പോയോ എന്ന ചോദ്യവുമായാണ് മുൻ CPM ബുദ്ധിജീവി ആസാദ് രംഗത്ത് വന്നിരിക്കുന്നത്. കൈരളി ചാനൽ 4 വർഷത്തിനകം ലാഭത്തിലാകുമെന്നും ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് കിട്ടുമെന്നും വാഗ്ദാനം ചെയ്ത് CPM സംഘടനാ രേഖ പാർട്ടി കത്ത് പുറത്തുവിട്ട ഓഹരി ഉടമ ഡോക്ടർ ആസാദ് കൈരളി ഓഹരി ഉടമകളെ വഞ്ചിച്ച് ഡിവിഡൻഡ് നിഷേധിക്കുകയും 10,000 രൂപയിൽ താഴെയുള്ള ഓഹരികളെ അസാധുവാക്കുകയും ചെയ്ത 2017 ഡയറക്ടർ ബോർഡ് തീരുമാനത്തെയാണ് ഡോക്ടർ ആസാദ് ചോദ്യം ചെയ്തത്. കൈരളിയിലെ തട്ടിപ്പിൽ CPM-ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതിന്റെ തെളിവും സംഘടനാ രേഖയിലുണ്ട്. കൈരളിയിൽ പാർട്ടി അംഗങ്ങളെല്ലാം കുറഞ്ഞത് 100 രൂപയുടെ ഓഹരിയെങ്കിലും എടുത്തിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് പാർട്ടി രേഖ. ഇതനുസരിച്ച് 10,000 രൂപയിൽ താഴെയുള്ള ഓഹരികൾ എടുത്തവയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് MD ജോൺ ബ്രിട്ടാസ് കമ്പനി നയം ഏകപക്ഷീയമായി മാറ്റിയത് എന്നാണ് ആക്ഷേപം. കൈരളിയെ എക്കാലവും നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നിഷേധിക്കാൻ നിയമവിരുദ്ധ കുൽസിത മാർഗവും ബ്രിട്ടാസ് ഏർപ്പെടുത്തിയെന്നും ആക്ഷേപമുണ്ട്. കൈരളിയുടെ പരസ്യ പരിപാടി വരുമാനങ്ങൾ കീശയിലാക്കാൻ ജോൺ ബ്രിട്ടാസ് ഡയറക്ടറായ 3 സ്വകാര്യ കമ്പനികൾ ആരംഭിച്ചു. കൈരളി അറേബ്യ, MCL പ്രൈവറ്റ് ലിമിറ്റഡ്, കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്കാണ് ഭൂരിഭാഗം പരസ്യ വരുമാനവും എത്തുന്നത്. ഇതിന്റെ കണക്കുകൾ കൈരളി ചാനലിന്റെ ഉടമസ്ഥ സ്ഥാപനമായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ അക്കൗണ്ടിൽ എത്തുന്നില്ല. പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ ബ്രിട്ടാസിന്റെ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യാൻ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് പോലും ഭയമാണെന്നാണ് വിമർശനം. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഡയറക്ടർമാരായിരുന്ന സഖാക്കൾ തട്ടിയെടുത്തതുപോലെ കൈരളിയിലും സംഭവിക്കുമോ എന്ന ആശങ്കയും ഡോക്ടർ ആസാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു. പന്തളം നഗരസഭ BJPക്ക് തന്നെ. LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് BJP പന്തളം നഗരസഭ വീണ്ടും പിടിച്ചെടുത്തു. BJP ഭരണം അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചനയാണ് പന്തളത്ത് കഴിഞ്ഞ 1 വർഷമായി നടന്നിരുന്നതെന്ന് ജില്ലാധ്യക്ഷൻ പ്രതികരിച്ചു. പന്തളം നഗരസഭയിൽ വീണ്ടും ഭരണം നിലനിർത്തിയിരിക്കുകയാണ് BJP. കൗൺസിലർ അച്ഛൻകുഞ്ഞ് ജോണിനെ നഗരസഭാധ്യക്ഷനായി തെരഞ്ഞെടുത്തു. 19 വോട്ടുകളാണ് അച്ഛൻകുഞ്ഞ് ജോണിന് ലഭിച്ചത്.
18 BJP അംഗങ്ങൾക്ക് പുറമെ സ്വതന്ത്രന്റെ വോട്ടും BJPക്ക് ലഭിച്ചു. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം വോട്ട് ചെയ്തില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ടാണ് BJP പന്തളം നഗരസഭാ ഭരണം വീണ്ടും പിടിച്ചെടുത്തത്. BJP ഭരണം അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചന 1 വർഷമായി പന്തളത്ത് നടന്നിരുന്നുവെന്ന് ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അച്ഛൻകുഞ്ഞ് ജോണിനെയും BJP പിന്തുണച്ച മുഴുവൻ കൗൺസിലർമാരെയും അഭിനന്ദിച്ചു. BJP പ്രതിനിധിയായിരുന്ന നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷിനെതിരെ LDF UDF കൂട്ടുകെട്ടിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അധ്യക്ഷ സുശീല സന്തോഷും ഉപാധ്യക്ഷ U രമ്യയും രാജി നൽകുകയായിരുന്നു. തുടർന്നാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. വിജയത്തിനു ശേഷം നഗരസഭയ്ക്ക് മുന്നിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പന്തളം നഗരസഭയുടെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, BJP ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. CPM-ന് ഇടിവെട്ട് പണി കിട്ടിയിരിക്കുകയാണ്. വിജയരാഘവന്റെ വിവാദ പ്രസ്താവനയിൽ നട്ടം തിരിയുകയാണ് പാർട്ടിയും സഖാക്കളും. പിന്തുണച്ചും ന്യായീകരിച്ചും CPM നേതാക്കൾ രംഗത്ത് വരുന്നെങ്കിലും വിമർശനം അവസാനിക്കുന്നേയില്ല. വർഗീയ നിലപാടില്ലെന്നാണ് CPM-ന്റെ വിശദീകരണം. വർഗീയ ശക്തികളെ UDF-നോടൊപ്പം ചേർക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ്. SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും UDF-ൽ ഉറപ്പിച്ചു നിർത്താൻ ലീഗ് ശ്രമിക്കുകയാണെന്ന് വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ല എന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിലും CPM അടിമുടി വെട്ടിലായിരിക്കുകയാണ്. വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച CPM നേതാക്കൾ MV ഗോവിന്ദനും TP രാമകൃഷ്ണനും PK ശ്രീമതിയും വിജയരാഘവനെ പിന്തുണച്ച രംഗത്തെത്തി. വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയവാദികളുടെ പിൻബലത്തിലാണെന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന. വർഗീയ ശക്തികളെ UDF-നോടൊപ്പം ചേർക്കാൻ ലീഗ് ശ്രമിക്കുകയാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും UDF-ൽ ഉറപ്പിച്ചു നിർത്താൻ ലീഗ് ശ്രമിക്കുകയാണ്. വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ല, വർഗീയതയെ സഹായിക്കുന്ന നിലപാടുമില്ല. ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം പാർട്ടി അജണ്ടയല്ലെന്ന് പറഞ്ഞ TP രാമകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിൽ വർഗീയ ശക്തികളുടെ സഹായം ഉണ്ടെന്ന് ആവർത്തിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. RSS വിമർശനം ഹിന്ദുക്കൾക്കുമെതിരല്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നു, അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ്. മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാനികൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചത്. ലീഗ് വർഗീയ കക്ഷി എന്ന് പറയുന്നില്ല, അതാകാതിരിക്കണമെന്നാണ് പറയുന്നത്. ലീഗ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ലീഗിനകത്തും ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നം ഉയർന്നു വരും. വനനിയമ ഭേദഗതിയിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിജയരാഘവൻ പാർട്ടി നയമനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് PK ശ്രീമതി പറഞ്ഞു. വിജയരാഘവൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം. വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. കേരളത്തിൽ വർഗീയവാദികൾ തല ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് CPM എടുക്കുന്നതെന്നും PK ശ്രീമതി കൂട്ടിച്ചേർത്തു. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിവാദ പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ പരോക്ഷമായി പിന്തുണച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി. വയനാട് ആദ്യം രാഹുലും പിന്നീട് പ്രിയങ്കയും ജയിച്ചത് ലീഗിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും സഹായം കൊണ്ടാണെന്നും ഏത് സാഹചര്യത്തിലാണ് വിജയരാഘവന്റെ പ്രസ്താവനയെന്ന് അറിയില്ലെന്നും സുഭാഷിണി അലിയും പ്രതികരിച്ചു. വിവാദ പരാമർശത്തിന്റെ വിശദാംശങ്ങൾ കൂടുതൽ അറിയാൻ അദ്ദേഹത്തോട് ചോദിക്കണം. മുസ്ലിം സംഘടനകളിൽ പല വിഭാഗങ്ങളുണ്ട്. ജ്യേഷ്ഠനും അനുജനും രാഷ്ട്രീയത്തിന്റെ പേരിൽ മിണ്ടാതെയും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരുമുണ്ടെന്നും സുഭാഷിണി അലി പറഞ്ഞു. വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെ ശക്തമായ കോട്ടയാണ് വയനാട്. അവിടെ പലതവണ പോയിട്ടുണ്ട്. അവർക്കൊപ്പം നിന്ന ചില സംഘടനകൾ രാഹുലിനെയും പ്രിയങ്കയും സഹായിച്ചിട്ടുണ്ടാകാം. അതന്വേഷിക്കേണ്ടത് മാധ്യമങ്ങളാണെന്നും സുഭാഷിണി അലി പറഞ്ഞു. CPM വയനാട് ജില്ലാ സെക്രട്ടറിയായി DYFI നേതാവ് K റഫീഖിനെ ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തു. P ഗഗാരൻ സെക്രട്ടറിയായി ഒരു ടീം കൂടി തുടരുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കെയാണ് തീർത്തും അപ്രതീക്ഷിതമായി റഫീഖ് ആ സ്ഥാനത്തേക്ക് എത്തിയത്. DYFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു K റഫീഖ്. ഗഗാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നു. എന്നാൽ സമ്മേളന കാലയളവിലേക്ക് വന്നപ്പോൾ ആ സാധ്യത അടയുകയും ഗഗാറിൻ തന്നെ തുടർന്നേക്കാമെന്നും സൂചനയുണ്ടായിരുന്നു. DYFI ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ജില്ലയിൽ പാർട്ടിയുടെ അമരത്തേക്ക് റഫീഖ് എത്തുന്നതോടെ വൻ മാറ്റമാണ് CPM നേതൃനിരയിൽ സംഭവിച്ചത്. മുനമ്പത്ത് തങ്ങൾക്ക് വസ്തുക്കളൊന്നുമില്ലെന്നും മേൽനോട്ട ചുമതലയാണുള്ളതെന്നും വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ. വഖഫ് നിയമം നിലവിൽ വന്നത് 1984-ലാണ്. ബോർഡ് വന്നത് 60-ലും. ആ സമയത്ത് ബോർഡിന്റെ ഉടമസ്ഥതയിൽ വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മറുപടിയിൽ പറയുന്നു. നവംബർ 7-ന് നൽകിയ അപേക്ഷയുടെ മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. വഖഫ് ബോർഡിന്റെ കൈവശം മുനമ്പത്ത് വസ്തുക്കളൊന്നുമില്ല. ഏതെങ്കിലും വഖഫിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ
വഖഫ് ബോർഡിന്റെ കൈവശത്തിലുള്ള വസ്തുക്കളാകുന്നില്ല. എന്നാൽ ഈ വസ്തുക്കളുടെ മേൽനോട്ടം വഖഫ് നിയമപ്രകാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണെന്നും മറുപടിയിൽ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തമിഴ്നാട് തിരുനെൽവേലിയിൽ നിക്ഷേപിച്ച സംഭവത്തിൽ നടപടിയുമായി കേരള ഹൈക്കോടതി. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗിലൂടെയാണ് വിഷയം പരിഗണിച്ചത്. വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. തദ്ദേശ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണം. റാങ്ക് പട്ടിക വിപുലീകരിക്കാനുള്ള സർക്കാർ നിർദ്ദേശം തള്ളിയ PSCക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തള്ളാൻ PSCക്ക് അധികാരമില്ലെന്നും സർക്കാർ നിർദ്ദേശം നിരാകരിക്കുന്നത് അധികാരപരിധി കടക്കുന്നതിന് തുല്യമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. PSCയുടെ സ്വയംഭരണാധികാരം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ്. ഒഴിവുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നതും റാങ്ക് പട്ടിക വിപുലീകരിക്കുന്നതും ഉൾപ്പെടെയുള്ള അധികാരം തൊഴിൽ ദാതാവായ സംസ്ഥാന സർക്കാരിന്റേതാണെന്നും സുപ്രീം കോടതി ഉത്തരവ്. തലപ്പത്ത് കൂട്ടത്തല്ല്. P. വിജയൻ MR അജിത് കുമാറിനെതിരെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് പൊല്ലാപ്പ്. സുപ്രഭാതം CPM-നെതിരെ. വരും ദിവസങ്ങളിൽ CPM-ന് കൂടുതൽ ചോദ്യങ്ങൾ. കൂട്ടരാജി, കൂട്ടയടി, പുറത്താക്കൽ. ഇതിനിടയിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CPM വീഴുകയാണ്. എല്ലാം കൈവിട്ട സഖാക്കൾ ഇനി എങ്ങോട്ട്? പോലീസ് തലപ്പത്ത് വീണ്ടും പോര്. MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട P. വിജയൻ. ADGP MR അജിത് കുമാറിനെതിരെ അതിശക്തമായി നടപടി ആവശ്യപ്പെട്ട P. വിജയൻ വ്യക്തമായി രംഗത്ത് വന്നതോടെ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് വൻ ചോദ്യങ്ങൾ. പോലീസ് തലപ്പത്ത് വീണ്ടും പോര് മുറുകുകയാണ്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് P. വിജയൻ രംഗത്തെത്തിയതിന് പിന്നാലെ ഇനി എന്തൊക്കെയെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. PV അൻവർ ആരോപിച്ച ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ P. വിജയനും രംഗത്ത് വന്നിരിക്കുന്നു. P. ശശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും MR അജിത് കുമാറിനുമെതിരെ നേരത്തെ PV അൻവർ വൻ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ P. വിജയനും രംഗത്ത് വന്നിരിക്കുകയാണ്. IG ആയിരുന്നപ്പോൾ P. വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്നപ്പോൾ MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ്. കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു P. വിജയൻ നടപടി നേരിട്ടത്. ആ നടപടിക്ക് പിന്നാലെ അതേക്കുറിച്ച് അന്വേഷിച്ച് അച്ചടക്ക നടപടിയുടെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് P. വിജയനെ സർവീസിലേക്ക് തിരിച്ചെടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് ഇന്റലിജൻസ് ADGP-ആയി പ്രൊമോഷൻ നൽകി. ഇതിനുശേഷമാണ് ഗുരുതരമായ മറ്റൊരു ആരോപണവുമായി MR അജിത് കുമാർ രംഗത്ത് വരുന്നത്. DGP-ക്ക് MR അജിത് കുമാർ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകിയിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ആഭ്യന്തര വകുപ്പിന് നേരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് PV അൻവർ നേരത്തെ രംഗത്ത് വന്നതിന് പിന്നാലെ CPM-ന്റെ പല സമ്മേളന വേദികളിലും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറിയെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നതും മാത്രമല്ല CPI പല വിഷയങ്ങളിലും CPM-നെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതും ഒക്കെ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അടുത്ത ചോദ്യങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി തനിക്ക് ബന്ധമെന്ന അജിത് കുമാറിന്റെ മൊഴി വ്യാജമെന്ന് പരാതി നൽകി P. വിജയൻ രംഗത്തിറങ്ങിയതോടെ പോലീസ് തലപ്പത്ത് കൂട്ടയടി ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും ഗോവിന്ദനെയും വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുന്ന സമയത്ത് സർക്കാരിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരുമെന്നും വ്യക്തം. വിജയരാഘവന്മാരെ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്നും സമസ്ത മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് നിന്നും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രസ്താവനയിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി EK വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം. ഇസ്ലാമോഫോബിയ വളർത്തുന്ന CPM നേതാക്കളുടെ പ്രസ്താവന BJP-ക്ക് ഗുണം ചെയ്യും. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം, അല്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുമെന്നും സമസ്ത മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. CPM നേതാക്കളും ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നത്. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണമാണ് വിജയരാഘവനിലൂടെ പുറത്തുവന്നത്. പിണറായിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വിജയരാഘവന്റെ പ്രസ്താവന ക്രൂരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും നേരത്തെ ആരോപിച്ചിരുന്നു. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPM-ന്റെ അടിത്തറ ഇളക്കുമെന്നും CPM വർഗീയതയെ താലോലിക്കുന്നത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം വയനാട് പരാമർശത്തിൽ വിമർശനം കടുക്കുമ്പോഴും നിലപാട് ആവർത്തിക്കുകയാണ് A. വിജയരാഘവൻ. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണെന്ന് വിജയരാഘവൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. CPM തകർന്നടിയുകയാണ്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നേതാക്കന്മാരിൽ നിന്നും അതിരൂക്ഷ വിമർശനം കേൾക്കേണ്ടി വരുന്നു. LDF-ലാണെങ്കിൽ കൂട്ടയടി. CPI CPM-നെ പഞ്ഞിക്കിട്ട് രംഗത്ത് വരികയാണ്.
CPM-ന്റെ നേതാക്കന്മാർ തമ്മിലും പൊരിഞ്ഞ പോര്. മുൻ മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിയെ പഞ്ഞിക്കിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ അതിരൂക്ഷമായ വാക്പോരിന് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് CPM. DYFIയും SFIയും പാർട്ടിക്ക് പൊല്ലാപ്പെന്ന് പറഞ്ഞുകൊണ്ടും CPM നേതാക്കന്മാർ രംഗത്ത് വന്നതോടെ അടിമുടി ചീഞ്ഞു നാറുകയാണ് സംസ്ഥാനത്തെ സഖാക്കന്മാരും നേതൃത്വവും അണികളുമെല്ലാം. സമ്മേളനങ്ങൾ തുടങ്ങി CPM ഇപ്പോൾ പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ പുകയുകയാണ് CPM. സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ വിമർശനങ്ങളിൽ വലയുകയാണ് CPM. CPM-ന് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടമായെന്നുള്ള വിമർശനം ഒരു വശത്ത്. CPM സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ ആഭ്യന്തര വകുപ്പിന് വിമർശനം, MV ഗോവിന്ദന് പരിഹാസം. റോഡിലെ സ്റ്റേജ് അനാവശ്യം, പാർട്ടിക്ക് നാണക്കേട്, പാളയം ഏരിയ കമ്മിറ്റിക്കെതിരെ ജില്ലാ സെക്രട്ടറി. ആര്യ തികഞ്ഞ പരാജയം, മേയർക്ക് ധിക്കാരവും ധാർഷ്ട്യവും, വാങ്ങിക്കേണ്ടത് ജനങ്ങളുടെ അവാർഡെന്ന് പാർട്ടി തന്നെ പറയുന്നു. നഗരസഭാ ഭരണം BJP കൊണ്ടുപോകുമെന്ന CPM സമ്മേളനത്തിൽ പ്രതിനിധികൾ. മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം, SFI അക്രമികളുടെ സംഘടനയെന്നും പരാമർശം. അവിടം കൊണ്ടും തീർന്നില്ല. ട്രോളി ബാഗിൽ LDFിൽ കൂട്ടയടി, മുന്നണിക്കുള്ളിൽ ചർച്ചയായി CPI നിലപാട്. CPM-ന് നേരെ രൂക്ഷ വിമർശനവുമായി CPI റിപ്പോർട്ട്. CPM സമ്മേളനങ്ങളിൽ ആശയപാപ്പരത്വം മെക്സവിനെതിരെ പറഞ്ഞ് 72 മണിക്കൂർ കഴിയും മുൻപ് വിഴുങ്ങിയെന്നും കപട മതനിരപേക്ഷതയെന്ന ആരോപണവുമായി BJP. SFIO അന്വേഷണം, CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CMRLനും ചോദ്യങ്ങൾ. ഇതിനിടെ മന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി. അങ്ങനെ CPM-ന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നുവെന്നും പാർട്ടിയുടെ ന്യൂനപക്ഷ സംരക്ഷണ നയം ന്യൂനപക്ഷ പ്രീണനമായി വ്യാഖ്യാനിക്കപ്പെട്ടത് BJP ആയുധമാക്കിയെന്നും CPM ജില്ലാ സമ്മേളന ചർച്ചയിൽ വിമർശനം. സർക്കാരിൽ പൊതുവിൽ ഉദ്യോഗസ്ഥ ഭരണമാണ്. BJPയുടെ ജില്ലയിലെ വളർച്ച പാർട്ടി ഗൗരവത്തോടെ കാണുന്നില്ല. ലൈഫ് പദ്ധതിയുടെ മെല്ലപ്പോക്ക് സർക്കാരിന് തിരിച്ചടിയാകുമെന്നും തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുന്നില്ല. പാർലമെന്റ് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞതിനെ ഫലപ്രദമായി നേരിടാനായില്ല. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടച്ചവർക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശിക. ഈ സ്ഥിതി തുടർന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായിരിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ശരിക്കും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നായിരുന്നു ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വനിതാ പ്രതിനിധിയുടെ പരാമർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകളിൽ നടപടിയുമില്ല. പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല. മന്ത്രിമാർക്ക് സ്വന്തം വകുപ്പിൽ പോലും നിയന്ത്രണമില്ല. വനിതകളെ പാർട്ടി പദവികളിൽ തഴയുന്നു. പാർട്ടി നേതാക്കൾക്ക് പണവും പാരിതോഷികവും നൽകിയാണ് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയതെന്ന് ജില്ലാ സെക്രട്ടറി V ജോയ് മറുപടി നൽകി. മുൻ ജില്ലാ സെക്രട്ടറിമാരിൽ പലരുമായും മധുവിന് ബന്ധമുണ്ടായിരുന്നു. വില കൂടിയ സ്പ്രേയും വസ്ത്രങ്ങളുമായി ഒരിക്കൽ മധു തന്നെയും കാണാൻ വന്നിരുന്നു. പെട്ടിയുമെടുത്ത് ഇറങ്ങിപ്പോകാനാണ് താൻ പറഞ്ഞത്. വഞ്ചൂരിൽ റോഡടച്ച സ്റ്റേജ് കെട്ടിയ പാളയം ഏരിയ കമ്മിറ്റിയുടെ നടപടി ശരിയായില്ല. വേറെ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിൽ അനാവശ്യ വിവാദം ഒഴിവാക്കാനാകുമായിരുന്നുവെന്നും V ജോയ് പറഞ്ഞതോടെ CPM-ൽ തന്നെ കൂട്ടയടി. സർക്കാരിനും മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലുണ്ടായ വിമർശനങ്ങൾ കൂടുതൽ വീര്യത്തോടെ ജില്ലാ സമ്മേളനത്തിലും ആവർത്തിച്ചതിന്റെ ഞെട്ടലിലാണ് CPM. 21-ന് ആരംഭിച്ച തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെയും സംസ്ഥാന സെക്രട്ടറിയെയും വേദിയിലിരുത്തിയാണ് ഭയലേശമില്ലാതെ നേതാക്കന്മാർ വിമർശനങ്ങൾ ഒന്നൊന്നായി ഉന്നയിച്ചത്. തുടർഭരണം പാർട്ടിക്ക് ക്ഷീണമായെന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം അതേ അർത്ഥത്തിൽ പ്രതിനിധികളും ശരിവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വേദിയിൽ ഉണ്ടായിരുന്നിട്ടും ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിച്ചുള്ള പരാമർശങ്ങൾ ഭരണത്തിന്റെ പോരായ്മകളിലേക്കുള്ള വിരൽ ചൂണ്ടുന്നതായി. ആദ്യ ജില്ലാ സമ്മേളനം നടന്ന കൊല്ലത്തും ഇപ്പോൾ നടക്കുന്ന വയനാട് പാലക്കാട് സമ്മേളനങ്ങളിലും ഭരണത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. സംസ്ഥാനത്ത് ഒന്നിനും പണമില്ലെന്ന പരിഭവം പറച്ചിൽ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്നും ക്ഷേമ പദ്ധതികൾ മുടങ്ങുന്നത് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുക മാത്രമേ ചെയ്യുകയുള്ളൂവെന്നും താഴെത്തട്ടിൽ നിന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കന്മാർ വിമർശിക്കുന്നത്. ഓരോ മന്ത്രിയെയും പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം. പാർട്ടിയിൽ മാത്രമല്ല DYFI, SFI എന്നിവയിലും ജീർണത പ്രകടമാണെന്ന പ്രതിനിധികളുടെ ആരോപണം ശരിയാണെന്ന് നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. സമര സംഘടനയായിരുന്ന DYFIയിൽ പുതുതായി അംഗത്വമെടുക്കാൻ യുവാക്കൾ മുന്നോട്ട് വരാത്തത് നേതാക്കളുടെ കഴിവുകേടിന്റെയും ആലസ്യത്തിന്റെയും ഫലമാണെന്നായിരുന്നു വിമർശനം. ഭരണത്തിന്റെ തണലിലേക്ക് യുവ നേതാക്കൾ ചുരുങ്ങുന്നുവെന്ന വിമർശനവും ഉയർന്നു. തുടർ ഭരണത്തിലുള്ള പാർട്ടിയുടെയും ഭരണത്തിന്റെയും വീഴ്ചകളുടെ നേർചിത്രമാണ് സമ്മേളനത്തിൽ ഉയർന്നു വരുന്നത്. പാർട്ടി ഭരണഘടന അനുസരിച്ച്
വിമർശനവും സ്വയം വിമർശനവും തെറ്റുതിരുത്തലിനുള്ള അവസരമായി കാണുന്ന CPM നേതൃത്വം വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലും വിമർശനങ്ങൾ ശക്തമായി ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും MV ഗോവിന്ദനും മുഖ്യമന്ത്രിക്കും വിമർശന പെരുമഴ. MV ഗോവിന്ദന്റെ പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മുഖ്യമന്ത്രി വേദിയിലിരിക്കെയായിരുന്നു ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള വിമർശനം. ഏതായാലും പാളയം സ്റ്റേജ് കെട്ടിയ വിഷയത്തിൽ CPM രണ്ട് തട്ടിലായിരിക്കുകയാണ്. സംഭവത്തിൽ CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ P. ബാബു ഉൾപ്പെടെ 19 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവർക്ക് നോട്ടീസ് അയച്ചു. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസ്. റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ കോടതിയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. പാർട്ടി സമ്മേളനത്തിന് റോഡടച്ച സ്റ്റേജ് കെട്ടാൻ ആരാണ് അധികാരം നൽകിയതെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം. ആര്യ രാജേന്ദ്രൻ തികഞ്ഞ പരാജയമാണെന്നും മേയർക്ക് ധിക്കാരവും ധാർഷ്ട്യവുമാണെന്നും ജനങ്ങളുടെ അവാർഡാണ് വാങ്ങിക്കേണ്ടതെന്നും CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞതോടെ CPMലെ ഈ വിഷയത്തിലെ രണ്ട് തട്ട് വ്യക്തമായിരിക്കുകയാണ്. CPM ജില്ലാ സമ്മേളനത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല, ജനങ്ങളുടെ അവാർഡാണ് വേണ്ടത്, അതിൽ മേയർ തികഞ്ഞ പരാജയമെന്നും വിമർശനമുണ്ടായി. മാത്രവുമല്ല, ഈ നിലയ്ക്ക് പോയാൽ നഗരസഭാ ഭരണം BJP കൊണ്ടുപോകുമെന്നും പ്രതിനിധികൾ പറഞ്ഞു. മുല്ലശ്ശേരി മധു വിഷയത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ട്. മുല്ലശ്ശേരി മധു കഴക്കൂട്ടം വഴി പോയപ്പോൾ വെറുതെ കസേരയിൽ കയറി ഇരുന്നതല്ല, ജില്ലാ സംസ്ഥാന നേതൃത്വമാണ് ഏരിയ സെക്രട്ടറി ആക്കിയത്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല. കരമനഹരി, SA സുന്ദർ, MM ബഷീർ, മടവൂർ അനിൽ എന്നീ ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കെതിരെയും വിമർശനമുയർന്നു. കരമനഹരിക്ക് നാക്കിന് നിയന്ത്രണമില്ല. ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ നേതാവാണ് കരമനഹരി. SA സുന്ദർ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ MM ബഷീർ ഇടപെടുന്നില്ലെന്നും വിമർശനമുയർന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ നേതൃത്വ നിലപാടിൽ നിന്ന് ഭിന്നമായി പരസ്യ പ്രസ്താവന നടത്തിയതിനുൾപ്പെടെ NN കൃഷ്ണദാസിനെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ CPM നേതൃത്വം രൂക്ഷമായി വിമർശിച്ചപ്പോൾ വിവാദത്തിൽ കൃഷ്ണദാസിനെ തുണയ്ക്കുന്ന CPI റിപ്പോർട്ട് LDFൽ ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ, പ്രത്യേകിച്ച് പാർട്ടിയെ കുരുക്കിലാക്കിയ ട്രോളി ബാഗ് വിവാദത്തിൽ പ്രധാന ഘടകകക്ഷിയുടെ സമീപനം CPMൽ അമർഷം ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണവും കാരണമായെന്ന് വിമർശിച്ച CPMനെ കടന്നാക്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ട്രോളി ബാഗ് വിവാദത്തിൽ CPM സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസിന്റെ നിലപാട് തന്നെ CPI സ്വീകരിച്ചത്. ട്രോളി ബാഗ് വൻ ചർച്ചയായതോടെ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിടുന്നതിന് പകരം ദിവസങ്ങളോളം പെട്ടിക്ക് ചുറ്റും കറങ്ങിയത് UDFന് നേട്ടമായെന്ന് CPI പറയുന്നു. CPMന്റെ കപട മതനിരപേക്ഷവാദത്തെ പൊളിച്ചടുക്കി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മെക്സവിനെതിരായി വലിയ പ്രചാരണം CPM നടത്തി. എന്നാൽ 72 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് പറഞ്ഞ ആൾ തന്നെ അത് വിഴുങ്ങിപ്പോയെന്ന് K. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് റിയാസും സംഘവും ആ പറഞ്ഞ ആൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് അതിന് കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മെക്സവൻ വ്യായാമ കൂട്ടായ്മ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉപോൽപ്പന്നമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്ക് കിട്ടുന്നുവെന്ന് ഉൾപ്പെടെയാണ് CPM നേതാവ് പറഞ്ഞത്. പക്ഷേ പാർട്ടിക്കുള്ളിലെ ആളുകൾ അത് സമ്മതിച്ചു കൊടുക്കില്ലെന്ന് K. സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. PFI നിരോധനത്തിന് ശേഷം PFIക്കാരെ എങ്ങനെ പാർട്ടിക്കാരാക്കാം എന്നതാണ് CPMലെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തും ആലപ്പുഴയിലും കണ്ട വിഭാഗീയതയുടെ ഒരു മൂലകാരണം ഇതാണ്. കണ്ണൂരിലും കോഴിക്കോടുമൊക്കെ ഇത് കാണാം. PFI അണികളെ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് എന്നതിൽ ലീഗും CPMും തമ്മിൽ തന്നെ മത്സരം നടക്കുകയാണ്. CPMന്റെ മതനിരപേക്ഷത എന്നത് വെറും കള്ളത്തരം മാത്രമാണ്. CPMന് ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. വർഗീയ ശക്തികളോടുള്ള സമീപനം എന്തായിരിക്കണമെന്നതിൽ ഒരു നിലപാടും അവർക്കില്ലാതായിരിക്കുകയാണ്. അഴകുഴമ്പൻ സമീപനമാണ് അവർക്ക്. ഒരു വ്യക്തതയും ഈ വിഷയത്തിലില്ല. വലിയ ആശയപാപ്പരത്വമാണ് CPMലെ സമ്മേളനങ്ങളുടെ പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നത്. ആശയപരമായ വലിയ അപജയത്തിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. വയനാട്ടിൽ പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിജയം വർഗീയ ചേരിയുടെ കൂട്ടുപിടിച്ചാണെന്ന A. വിജയരാഘവന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു CPMന്റെ കപട മതനിരപേക്ഷവാദത്തെ K. സുരേന്ദ്രൻ തുറന്നു കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ SFIO അന്വേഷണത്തിനെതിരായ CMRLന്റെ ഹർജി വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ. CMRL ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമുണ്ടെന്ന് SFIO കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു. എക്സാലോജിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന സംശയമുണ്ടെന്നും SFIO ആരോപിച്ചു. ഇക്കാര്യങ്ങളിൽ CMRL മറുപടി നൽകും. ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഷോൺ ജോർജിന്റെ അപേക്ഷയിലും വാദം കേൾക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രോമ കെയർ സംവിധാനം 2021 മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന മന്ത്രിയുടെ വാദം വസ്തുതാ പിശകാണെന്ന് KK ശൈലജ. മാത്രമല്ല, ട്രോമ കെയർ മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളും എടുത്തത് താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണെന്ന് കണക്കുകൾ എടുത്തു പറഞ്ഞ് KK ശൈലജ വ്യക്തമാക്കുന്നു. പ്രമുഖ മാധ്യമത്തിന്റെ
പ്രത്യേക സംവാദത്തിലാണ് മുൻ ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിയത്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തെ കേന്ദ്ര സർക്കാർ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരഞ്ഞെടുത്തു. 2 കോടി രൂപ ഓരോ വർഷവും ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന് ലഭിക്കും. ഈ സർക്കാരിന്റെ തുടക്കകാലത്ത് 2021 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുന്നറിയിപ്പില്ലാത്ത സന്ദർശനമാണ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചത്. പഴയ കാഷ്വാലിറ്റി പ്രവർത്തിച്ചിരുന്ന അത്യാഹിത വിഭാഗം സ്ഥല പരിമിതിയോടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഞെങ്ങിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നായിരുന്നു വീണ ജോർജിന്റെ ഫേസ്ബുക്കിലെ പരാമർശം. 2021 മോശം അവസ്ഥയും 2024 പുരോഗതിയും കാണിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിനായിരുന്നു കെ ശൈലജയുടെ മറുപടി. 2021 മെഡിക്കൽ കോളേജ് പഴയ അത്യാഹിത വിഭാഗം സന്ദർശിച്ചപ്പോഴുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന്റെ ഫോട്ടോയും പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2021 ചിത്രങ്ങളും വീണ ജോർജിന്റെ പോസ്റ്റിലുണ്ട്. ഏതായാലും CPM-ന്റെ നേതാക്കന്മാർ 2 തട്ടിലാണ്, LDF-ഉം 2 തട്ടിലാണ്. CPM-ന് നേരെ രൂക്ഷ വിമർശനവുമായി CPI റിപ്പോർട്ട്. CPM നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ അനൈക്യവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിച്ചതായി CPI ജില്ലാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള ആശയക്കുഴപ്പങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ചർച്ചയിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങളും രൂക്ഷമായി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കണമെന്നുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. CPI പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും അവലോകനങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. LDF-ൽ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയമുണ്ടെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മുകൾ തട്ടിലെ യോജിപ്പ് താഴെത്തട്ടിൽ എത്തിക്കാനായിട്ടില്ല. ഇതിന് മണ്ഡലത്തിലെ CPM-ന്റെ സംഘടനാ ദൗർബല്യവും കാരണമായി. ട്രോളി ബാഗും പാതിര റെയ്ഡും നിശബ്ദ പ്രചാരണ ദിവസം ചില പത്രങ്ങളിൽ വന്ന പരസ്യവും ഉൾപ്പെടെ തിരിച്ചടിക്ക് കാരണമായി. പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും LDF-ന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി 2 ദിവസം പാലക്കാട് യോഗങ്ങളിൽ പങ്കെടുത്തെങ്കിലും കാര്യമായ ആവേശമുണ്ടാക്കാനായില്ല. ട്രോളി ബാഗ് വിവാദം UDF-ന് ഒരുമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. EP ജയരാജന്റെ ആത്മകഥയുടെ ഭാഗമെന്ന രീതിയിൽ വന്ന പ്രചാരണവും ദോഷം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം LDF യോഗം ഒരു തവണ മാത്രമാണ് ചേർന്നത്. പല കാര്യങ്ങളും ഘടകകക്ഷികൾ അറിഞ്ഞത് നടന്നു കഴിഞ്ഞ് മാത്രമാണ്. വിവാദങ്ങൾക്കിടയിൽ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്.